അടുത്തത് അസിൻ ഡൈ. എക്സാമ്പിൾസ് ആർ ബ്രില്യൻ ക്രിസൈൽ ബ്ലൂ, സെലസ്റ്റൈൻ ബ്ലൂ, ക്രിസൈൽ വയലറ്റ് ആൻഡ് നൈൽ ബ്ലൂ സൾഫേറ്റ്. അടുത്തത് ഓക്സാസൈൻ ഡൈ, ബ്രില്യൻ ക്രിസൈൽ ബ്ലൂ, സെലസ്റ്റൈൻ ബ്ലൂ, crystal violet. Xanthine dye comprising several subgroups. These include pyronin, galin, rose bengal, and eosin, floxanes, and fluorescence. അടുത്തത് diphenyl methane. Aramine is the only member of importance. The anthraquinone dyes. In these, the anthraquinone complex is the chromogen. Example are carminic acid and alizarin. അടുത്തത് acridine dyes. These include acriflavine, but the only member widely used as ഈ stain is acridine orange ആണ്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ടേംസ് ആണ് ക്രോമോഫോർ. പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രോമോഫോറിക് ഗ്രൂപ്പ്സ്, ക്രോമോജൻ, അസിഡോഫിലിക്, ഈ ടേംസ് ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അതിൽ നമുക്ക് അടുത്തത് ആക്സെൻറ്റുവേറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. സബ്സ്റ്റൻസസ് വിച്ച് ഇൻക്രീസ് ദ സെലക്ടിവിറ്റി ഓർ ഇൻറ്റൻസിറ്റി ഓഫ് ദ സ്റ്റെയിനിങ്. എക്സാമ്പിൾ ഫീനോൾ ഇൻ കാർബൺ fusion staining and potassium hydroxide in methylene blue solution. They do not combine with the dye to form dye lake. When the accentuators are used for metallic impregnation in the nervous system, they are called accelerators. അതായത് ഇവർ ഡൈവായിട്ട് ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കുന്നില്ല, പക്ഷേ ഇവർ എന്താ പറയുക, ഇൻറ്റൻസിറ്റിയും സെലക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യും. എക്സാമ്പിളാണ് ഫീനോളിൻ കാർബൺ ഫ്യൂഷൻ ആൻഡ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് മെത്തിലിൻ ബ്ലൂ. ഇൻ ദി കേസ് ഓഫ് നെർവസ് സിസ്റ്റം, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡൈയിലുള്ള ആക്സെൻറ്റുവേറ്റേഴ്സിനെ നമ്മൾ ആക്സിലറേറ്റേഴ്സ് എന്നാണ് പറയാറ്. ഇനി അടുത്തത് റൈപ്പനിങ്. റൈപ്പനിങ് റെഫേഴ്സ് ടു ദ ഓക്സിഡേഷൻ ഓഫ് ഹെമറ്റോക്സിലിൻ ബൈ നാച്ചുറൽ ഓർ കെമിക്കൽ മെത്തേഡ്സ്. അതായത് മെച്ചുറേഷൻ ആണ്. ബിക്കോസ് ഓഫ് റൈപ്പനിങ്, ഹെമറ്റോക്സിലിൻ is converted to hematin, which is the active form for staining. This active form gives color to the dye by combining with a mordant. അടുത്തത് പ്രോഗ്രസീവ് ആൻഡ് റിഗ്രസീവ് സ്റ്റെയിൻ എന്താണെന്ന് നോക്കാം. പ്രോഗ്രസീവ് സ്റ്റെയിനിങ് മീൻസ് ദാറ്റ് the tissue is left in the stain just long enough to reach the proper endpoint. Therefore, it may be necessary to examine the slides at several different intervals to determine when staining is dark enough but not too dark. അതായത് പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ ഡാർക്ക്നെസ് കൂട്ടി 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 വരിക. ഓരോ സ്റ്റേജിലും നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ ഇൻ പോയിൻ്റ് ആയോ ഇല്ലയോ എന്നുള്ളത്. റിഗ്രസീവ് സ്റ്റെയിൻ മീൻസ് ദാറ്റ് ദ ടിഷ്യൂ ഈസ് ഡെലിബറേറ്റ്ലി ഓവർ സ്റ്റെയിൻ. ആദ്യം ഓവർ സ്റ്റെയിൻ ചെയ്തിട്ട് പിന്നെ ഡീസ്റ്റെയിൻ ചെയ്യുക, അതായത് ഡിഫറൻസിയേഷൻ ചെയ്യുക ആസിഡ് ആൽക്കഹോൾ വെച്ചിട്ട്. അത് റിഗ്രസീവ് സ്റ്റെയിൻ. അടുത്തത് ബ്ലൂയിങ് എന്താണെന്ന് നോക്കാം. Alum is watery solution tend to dissociate. The aluminum combines with the hydroxyl group of the water to form insoluble aluminum hydroxide. അതായത് ബ്ലൂയിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഡൈയും ടിഷ്യൂവായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ബൈൻഡിങ് ഒന്ന് സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് അയൺ പ്രൊവൈഡ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. സെയിം ആക്സെൻറ്റുവേറ്റേഴ്സിനെ പോലെ അതിൻ്റെ കൂടെ അഡീഷനായിട്ട് ബ്ലൂയിങ് കൂടി ഉള്ളപ്പോൾ നല്ല ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ അയൺസിനെ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഒരു സ്ട്രോങ് റിയാക്ഷൻ അവിടെ നമുക്ക് കിട്ടും. ബ്ലൂയിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ആലം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കാം. ഇഷ്ടംപോലെ കോമ്പിനേഷൻസ് നമുക്ക് ഉപയോഗിക്കാം. ടാപ്പ് വാട്ടർ ഒരു നല്ലൊരു ബ്ലൂയിങ് ഏജൻ്റ് ആണ്. അപ്പോൾ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുമ്പോൾ the free hydrogen from the water tends to form sulfuric acid by combination with the sulfate from the alum. ആലത്തിലുള്ള സൾഫേറ്റുമായിട്ട് വാട്ടറിലുള്ള ഹൈഡ്രജൻ മിക്സായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സൾഫ്യൂറിക് ആസിഡ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇഫ് എക്സസ് ഓഫ് ആസിഡ് ഇസ് പ്രസൻറ്റ്, ദ അലുമിനിയം ഹൈഡ്രോക്സൈഡ് cannot form because of lack of hydroxyl ions. ആസിഡ്സ് കൂടുമ്പോഴത്തേക്കും അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഫോം ആവുന്നത് കുറയും. ഹെൻസ് ആസിഡ് സൊല്യൂഷൻ ഓഫ് ആലം ഹെമറ്റോക്സിലിൻസ് ആർ റെഡിഷ് ഇൻ കളർ. ഈ ആസിഡ് സൊല്യൂഷനിൽ നമ്മൾ സ്റ്റെയിൻ ചെയ്ത് കിട്ടുമ്പോൾ ഹെമറ്റോക്സിലിൻ്റെ കളർ ഒരു റെഡിഷ് കളറായിരിക്കും. പിന്നെ നമ്മൾ ഇത് ന്യൂട്രലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ഫ്രീ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്കും, സ്ലൈഡിനെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്ട്രോങ് റിയാക്ഷൻ നമുക്ക് കിട്ടും. അതായത് റെഡിഷ് കളർ ബ്ലൂ ആയിട്ട് മാറും. ടാപ്പ് വാട്ടർ ക്യാൻ ബി യൂസ്ഡ്
8. നമ്മൾ ഉപയോഗിക്കുന്ന ടാപ്പ് വാട്ടറിൻ്റെ pH 8ൽ കൂടുതലായിരിക്കണം. അതർ ബ്ലൂയിങ് സൊല്യൂഷൻസ് ആർ ആൽക്കഹോളിക് അമോണിയം ഹൈഡ്രോക്സൈഡ്, ലിഥിയം കാർബണേറ്റ് സൊല്യൂഷൻ, സ്കോച്ച് ടേപ്പ് വാട്ടർ സബ്സ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ അതായത് നമുക്ക് ബ്ലൂയിങ്ങിനായിട്ട് വെള്ളം ടാപ്പ് വാട്ടർ ഉപയോഗിക്കാം pH 8ൽ കൂടുതലാണെങ്കിൽ. അതേപോലെ കുറേ സ്കോച്ച് സൊല്യൂഷൻ, ലിഥിയം കാർബണേറ്റ് സൊല്യൂഷൻ, അങ്ങനെ കുറേ സൊല്യൂഷൻ ഉപയോഗിക്കാം. ആലം പിന്നെ ഈ ആലം ഹൈഡ്രോക്സൈഡ് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒരു മോഡൻ്റ് ആണല്ലോ അത്. നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ആലം സൊല്യൂഷനിലുള്ള ആലം അമോണിയം ഇപ്പം അലുമിനിയം ആലമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അലുമിനിയം ആലം വാട്ടറിൽ ഡിസോസിയേറ്റ് ആകുമ്പോഴത്തേക്കും അലുമിനിയം പോയിട്ട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് അലുമിനിയം ഹൈഡ്രോക്സൈഡ് തരും. ആസിഡ് അതേപോലെ സൾഫേറ്റ് ഗ്രൂപ്പുമായിട്ട് മിക്സ് ചെയ്തിട്ട് സൾഫ്യൂറിക് ആസിഡ് ഫോം ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. സൾഫ്യൂറിക് ആസിഡ് കൂടുമ്പോഴത്തേക്കും അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഫോർമേഷൻ കുറയും. ഈ ആസിഡിൽ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് കിട്ടുന്ന സ്ലൈഡ് നമുക്ക് റെഡിഷ് കളറായിരിക്കും. ഇതിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാട്ടറിലാണ് ഡിപ്പ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ബ്ലൂയിങ് എന്ന് പറയുന്നത്. ഈ റെഡിഷ് കളർ നമുക്ക് ബ്ലൂ ആയിട്ട് മാറിക്കിട്ടും. ഇനി അടുത്തത് മോർഡൻറ്റ്. മോർഡൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. A mordant is a metal with a valency of at least 2. Mordant aids the attraction and binding of dye to the tissue. The two commonest metals used in histotechnology are aluminum and ferric iron, both with valencies of 3. The attachment of mordants to dyes is by means of a covalent and coordinate bond. ഈ മോർഡൻറ്റിൽ 2 ബോണ്ടാണ് പറയുന്നത്. ഒന്ന് കോവലന്റ് ബോണ്ട്, അടുത്തത് കോർഡിനേറ്റ് ബോണ്ട്. ദിസ് അതർവൈസ് നോൺ ആസ് കീലേഷൻ. കീലേഷൻ്റെ പ്രിൻസിപ്പിളിലാണ് ഈ മോർഡൻറ്റ് ആക്ട് ചെയ്യുന്നത്. കീലേഷൻ ഇസ് ദ ഫോർമേഷൻ ഓഫ് ദ heterocyclic ring containing a metal ion, the metal being attached by coordinate links to 2 or more same molecule. ഓക്കെ, അപ്പോൾ വേർഡ് കീൽ മീൻ ക്രാബ് ക്ലോ എന്നതാണ്. ഇനി അടുത്ത ലേക്ക് എന്താന്ന് നോക്കാം. ഈ ലേക്ക് is a mordant. A lake can be defined as a coordination complex formed between a covalent metal ion and certain dyes. Two types of bonds are involved in fundamental reaction between a mordant dye and a mordant. Mordant dye and a mordant. One is covalent bond with hydroxyl oxygen. The other is coordinate bond with another oxygen. ഇതിനുള്ള എക്സാമ്പിൾ ആണ് salt of iron, molybdenum, tungsten, aluminum, copper, lead, etc. ഇനി മോഡേൺ ആൻഡ് ഡൈസ് മേ ബി അപ്ലൈഡ് ഇൻ 3 ways. 3 വേസിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന്, ആദ്യം ഡൈ ഉപയോഗിക്കുക, പിന്നെ മോഡേൺ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ ഹെയ്ഡൻ ഹെയ്ൻസ് അയനമെറ്റോക്സലിൻ. അല്ലെങ്കിൽ മോഡൻറ്റും ഡൈയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോംപ്ലക്സ് സ്റ്റെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ പിന്നെ ആദ്യം മോഡൻറ്റ് ഉപയോഗിക്കുക, പിന്നെ ഡൈ ഉപയോഗിക്കുക. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇനി അടുത്ത് നിങ്ങൾ അസിഡിക് ഡൈ, ബേസിക് ഡൈ, വൈറ്റർ സ്റ്റെയിനിങ്, ഇംപ്രഗ്നേഷൻ, അതൊക്കെ എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഡെഫിനേഷൻ വായിച്ച് മനസ്സിലാക്കുക. ഇനി അടുത്തത് അർഗൈറോഫിൽ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. അഫിനിറ്റി ഓഫ് സബ്സ്റ്റൻസസ് ഫോർ സിൽവർ സാൾട്സ്. ഇതിനെ അർഗൈറോഫിൽ എന്ന് പറയും. വിച്ച് ആർ സബ്സക്വൻറ്റ് റെഡ്യൂസ്ഡ് ടു ബ്ലാക്ക് മെറ്റാലിക് സിൽവർ. സിൽവർ സ്റ്റെയിനിൽ നടക്കുന്ന പ്രിൻസിപ്പിൾ. അതായത് അഫിനിറ്റി of the substances for silver salts which are subsequently reduced to a black metallic silver. Example demonstration of nerve fibers. Okay, argentaphene എന്ന് പറയുമ്പോൾ അഫിനിറ്റി ഓഫ് സബ്സ്റ്റൻസസ് ഫോർ സിൽവർ സാൾട്സ് ആൻഡ് കേപ്പബിൾ ഓഫ് റെഡ്യൂസിങ് ദം ടു എ ബ്ലാക്ക് മെറ്റാലിക് സിൽവർ without the need for a reducing agent. വലിയ വ്യത്യാസമൊന്നുമില്ല. റെഡ്യൂസിങ് ഏജൻറ്റ് ഇല്ലെങ്കിൽ അത് അർജൻറ്റാഫീൻ. എക്സാമ്പിൾ മെലാനിൻ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് സിൽവർ സ്റ്റെയിനിങ് ടെക്നിക്ക്. സിൽവർ സ്റ്റെയിനിങ് ടെക്നിക്കിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഒന്ന് അർജൻറ്റാഫിൻ, ഫോണ്ടാനോ മാസൺ ഫോർ മെലാനിൻ പിഗ്മെൻറ്റ്. അടുത്ത അർഗൈറോഫിൽ, ഗ്രിമെല്ലിയസ് ഫോർ DNS granules, വാർത്തിൻ സ്റ്റാറി ഫോർ സ്പൈറോകീറ്റ്സ്. ഇംപ്രഗ്നേഷൻ, ബോഡിയൻ ഫോർ nerve endings. Oxidation
Production: Grocod's methenamine silver for fungi, Jones stain for basement membrane, reticulin stain, autometallography, immunogold silver intensification. ഇനി അടുത്ത് ടോണിങ് എന്ന് വെച്ചാൽ എന്താ നോക്കാം. ഗോൾഡ് ടോണിങ് ഈസ് യൂസ് ടു മോഡിഫൈ ദ കളർ ഓഫ് സിൽവർ ഡെപ്പോസിറ്റ്സ്. അതായത് സിൽവർ സ്റ്റെയിനിങ് ടെക്നിക്കിൻ്റെ ഇടയ്ക്ക് ഗോൾഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സിൽവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഗോൾഡ് ആവുകയും ഫർദർ ബ്ലാക്ക് കളർ കിട്ടുകയും ചെയ്യും. അതൊരു മോഡിഫിക്കേഷനാണ്, സിൽവർ സ്റ്റെയിനിങ്ങിൽ വരുന്ന ഒരു മോഡിഫിക്കേഷനാണ്. ഇനി അടുത്തത് ടോട്ടൽ ഡൈ കണ്ടൻറ്റ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ദ ഡൈ സർട്ടിഫൈഡ് ബൈ ദ ബയോളജിക്കൽ സ്റ്റെയിൻ കമ്മീഷൻ മസ്റ്റ് മീറ്റ് മിനിമം ഡൈ കണ്ടൻറ്റ് ലെവൽ. ഒരു ഡൈയിൽ എത്രത്തോളം ഡൈ കണ്ടൻറ്റ് ഉണ്ടാവണം എന്നുള്ളത് നമുക്ക് ബയോളജിക്കൽ സ്റ്റെയിൻ കമ്മീഷൻ കമ്മീഷൻ പറയും. അപ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ പ്യൂരിറ്റി ഓഫ് ദ ഡൈ. ഇത് ഇത് പറയുന്നത് ഡൈയിൻ്റെ പ്യൂരിറ്റിയാണ്. ദ ഡൈ കോൺസെൻട്രേഷൻ ഓർ ദ TDC വാരീസ് ഫ്രം ഡിഫറെൻറ്റ് ബാച്ചസ് ഓഫ് ദ സെയിം ഡൈ. ഓരോ ബാച്ചിലും കോൺസെൻട്രേഷൻ മാറാം. TDC has an important role in staining. Example, if 5 gram of basic fusion having a dye content of 93% used to stain a particular tissue, the weight of the actual dye is 4.65 gram. അതായത് 5 gram ബേസിക് ഫുഷൻ നമ്മൾ ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഡൈ കണ്ടന്റ് 93% ആണെന്ന് വിചാരിക്കുക. അതിലുള്ള ആക്ച്വൽ ഡൈ കണ്ടന്റ് ഈസ് 4.65 gram ആയിരിക്കും. സ്റ്റെയിനിങ് റിസൾട്ട്സ് ആർ ഗുഡ് ദെൻ ബൈ യൂസിങ് അനദർ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ 93% ഡൈ ഉള്ള ബേസിക് ഫുഷൻ വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്തപ്പോൾ ഗുഡ് റിസൾട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ബാച്ച് ഡൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ, ഇഫ് എ ന്യൂ ബാച്ച് ഹാസ് എ ഡൈ കണ്ടന്റ് ഓഫ് 88% മാത്രം ഡൈ കണ്ടന്റ് ഉള്ള ഒരു ബേസിക് ഫുഷൻ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. ദെൻ ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഗ്രാംസ് ഓഫ് ദ ഡൈ റിക്വയർഡ് ടു yield 4.65 gram ഓഫ് ആക്ച്വൽ ഡൈസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 4.65 ഡിവൈഡഡ് ബൈ 0.88 ചെയ്യുമ്പോഴത്തേക്കും കിട്ടും. അപ്പം നമുക്ക് ഡൈ കണ്ടന്റ് പറയുന്നത് 5.28 gram ആണ്. Thus 5.28 gram of the dye is used to obtain the same result produced by 4.65 gram of the old batch. അതായത് പറഞ്ഞു വരുന്നത് 5 gram ബേസിക് ഫിഷൻ ഡൈ കണ്ടന്റ് 93% ആണ് എങ്കിൽ അതേപോലെ അതിലുള്ള ഡൈയിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 4.65 gram ആണെങ്കിൽ നമ്മൾ സെയിം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത ബാച്ച് അല്ലെങ്കിൽ 88% ഡൈ കണ്ടന്റ് ഉള്ള ബേസിക് ഫിഷൻ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും എത്ര ഗ്രാം ബേസിക് ഫിഷൻ അതിലുണ്ടായാൽ നമുക്ക് സെയിം റിസൾട്ട് കിട്ടും എന്നുള്ളത് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ 88% ഡൈ കണ്ടന്റ് ഉള്ള ബേസിക് ഫിഷനിൽ 5.28 gram ആണ് ബേസിക് ഫിഷന് നമ്മൾ 5.28 gram വേണം എടുത്തിട്ട് ചെയ്യാൻ. അത് എടുത്തിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ബാച്ചിൻ്റെ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് മെറ്റാക്രോമേഷ്യ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. എ ഡൈ വിച്ച് ഹാസ് ദ എബിലിറ്റി ടു ചേഞ്ച് ഇറ്റ്സ് കളർ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് കെമിക്കൽ സ്ട്രക്ചർ ഇസ് നോൺ ആസ് മെറ്റാക്രോമാറ്റിക്. അതിൻ്റെ സ്ട്രക്ചർ മാറാതെ കളർ മാത്രം മാറ്റുന്ന കപ്പാസിറ്റി. ദ ഡൈ മോസ്റ്റ് കോമൺലി എക്സിബിറ്റിംഗ് മെറ്റാക്രോമാറ്റിക് പ്രോപ്പർട്ടീസ് ആർ ദോസ് ഓഫ് ദ തയസിൻ ഗ്രൂപ്പ്സ് ലൈക്ക് തയോണിൻ, ടോളിഡിൻ ബ്ലൂ, അഷൂർ എ ആൻഡ് അഷൂർ ബി. ഓക്കെ, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. സെർട്ടൻ മെറ്റാക്രോമാറ്റിക് ഡൈസ് ഓഫ് അതർ ഗ്രൂപ്പ്സ്, എക്സാമ്പിൾ മീത്തൈൽ വയലറ്റ്. അതർ ഗ്രൂപ്പ്സിൽ നിന്നുമുള്ള എക്സാമ്പിൾ നമുക്ക് പറയാം, മീത്തൈൽ വയലറ്റ്. ആൻഡ് metachromasia takes place when certain negatively charged groups on the tissue reacts with cationic dyes. On polymerization, the original color of the dye changes to another color. Metachromasia is enhanced with intermolecular distances are reduced. Factors which affects metachromasia are increasing concentration of the dye, decreasing temperature, water. A polar solvent contributes to the efficiency of van der Waals forces by which the molecules are held together. pH, അതായത് കോൺസെൻട്രേഷൻ ഓഫ് ദ ഡൈ കൂടുമ്പോഴും ടെമ്പറേച്ചർ കുറയുമ്പോഴും വാട്ടർ, എ പോളാർ സോൾവെന്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദ എഫിഷ്യൻസി. വാട്ടർ ഉള്ളപ്പോഴും വാട്ടറിലാണ് ഉള്ളതെന്നുള്ളപ്പോഴും അതേപോലെ pHഉം
ഇതിനെ മെറ്റാക്രോമേഷ്യ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അടുത്ത് പോളിക്രോമേഷ്യ എന്താണെന്ന് നോക്കാം. ദിസ് ടേം ഈസ് യൂസ്ഡ് ഫോർ ഡൈസ് വിച്ച് എക്സിബിറ്റ് ടു ഓർ മോർ ഷെയ്ഡ്സ് ഓഫ് കളർ ഇൻ റിയേഷൻസ് ടു ടിഷ്യൂ എലമെന്റ്സ്. എക്സാമ്പിൾ ജീംസ, ലീഷ്മാൻ. ഒന്നിൽ കൂടുതൽ, രണ്ടിൽ കൂടുതൽ കളർ തരാൻ കഴിവുള്ള, അറ്റ് ദ സെയിം ടൈം സ്ട്രക്ചർ മാറാതെ കളർ മാറ്റാൻ കഴിവുള്ള സ്റ്റെയിനെയാണ് പോളിക്രോമേഷ്യ എന്ന് പറയുന്നത്. ഓർത്തോക്രോമേഷ്യ എന്ന് പറയുമ്പോൾ ദ കളർ ഓഫ് ദ ഡൈ ഡസ് നോട്ട് ചേഞ്ച്, ദ ടിഷ്യൂ സ്ട്രക്ചേഴ്സ് ആർ കളേർഡ് വിത്ത് ദ സെയിം കളർ ഓഫ് stain. Okay.